ഉള്ള കാര്യം പറയാം. നിഷാടിക്ക് ഭീഷണി. ആ ഭീഷണിയുടെ കേസായി പറഞ്ഞ. കാരണം ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, കാരണം സഹപ്രവർത്തകയാണ്. ഇതിന്റെ ഒരു മറ്റോടത്തെ ഞാൻ പറഞ്ഞതിനെ കൂടി പോട്ടെ. ഞാൻ എന്റെ സുഹൃത്തിന്റെ അവന് പെരേരോട് പറയുകയാണെന്നാ പറഞ്ഞത്. കാരണം അവനെ കുറിച്ച് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ ആട്ടായത്തോടും പെരേരോടും ചോദിക്കണം. അവനാരായാലും ഞങ്ങൾക്ക് തന്നെ അവനാരാ. കാരണം എന്ന് വെച്ചാൽ അത് കേട്ടപ്പോ എനിക്ക് പൊള്ളി. അവന് കൂടുതൽ അഭ്യാസമൊന്നും വേണ്ട. എനിക്ക് ദേഷ്യം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഷ ഇടുക്കി എന്റെ അടുത്ത് ചോദിക്കുകയാണ്, അഭിലാഷല്ലേ ഷോർട്ട് ഫിലിം കൊടുത്തതെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭ്രാന്ത് കയറി. കാരണം എൻ്റെ ഒരു വർക്കല്ല അത്, കേട്ടോ പറഞ്ഞേ. എൻ്റെ വർക്കാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എൻ്റെ വർക്കല്ല. അപ്പൊ ഞാൻ മനസ്സവാചം അറിഞ്ഞിട്ടുള്ള അതാണ് എനിക്ക് ഭ്രാന്ത് കയറി. സാധനം കൊണ്ടുപോയി കട്ടോണ്ട് പോയിട്ട് നീയൊക്കെ അവളെ ഇപ്പൊ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? തട്ടിക്കളയാൻ അവളൊരു കംപ്ലൈന്റ് കൊടുത്താൽ മൊത്തം പോവുക. മൊത്തം ഇപ്പൊ അവള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ. അതിനെ മാത്രമല്ല, നീ ചൊറിയാനും നിൽക്കണ്ട. ചൊറിയാൻ പോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മേത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. എനിക്ക് സങ്കടം പറയാം. കാരണം നമ്മൾ മനസ്സവാചം അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അഭിലാഷ പിന്നെ അവരും പറഞ്ഞു പെരേരയാണ് തന്നേന്ന് പറഞ്ഞു. പെരേര നാറിയോട് ഞാൻ ചോദിച്ചപ്പോ അവനെ അതുപോലെ തന്നെ ഉള്ളൊരു ഉരുണ്ടുകളി രീതിയിൽ അറിയാൻ പാടില്ലേ. അത് തന്നെ. കാരണം എന്ന് വെച്ചാൽ എന്നിട്ട് അവൻ വിളിച്ചിട്ട് എന്താ നിഷയോടൊക്കെ എന്തൊക്കെ പറയാണ്. പിന്നെ അവര് കോടികളുടെ ആസ്തി, എന്ത് കോടികളുടെ ആസ്തിയാണെന്ന് നമുക്ക് പ്രശ്നമൊന്നുമല്ല, മനസ്സിലായില്ലേ. അപ്പൊ ഒരു കാര്യം പറയാം പൊന്നു സുഹൃത്തെ, ഉള്ള കാര്യം പറയാ. നമ്മുടെ സുഹൃത്തിന്റെ മേത്തോട്ട് കയറി കഴിഞ്ഞാൽ പാവപ്പെട്ട കാര്യം പറയാണ്. നമ്മള് സഹോദരി മിണ്ടല്ലേ, നീ മിണ്ടല്ലേ, നീ മിണ്ട. എല്ലാ രീതിയിലും പറയുകയാണ്. നമ്മൾ പറയാനുള്ളതൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിക്കും. പിന്നെ നമ്മളെ ആളുടെ മേത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വിധം മാറും, മനസ്സിലായോ? അത് പിന്നെ അത് വലിയ വിഷയത്തിലോട്ട് പോകും. പിന്നാക്കിക്കൊണ്ട് പലരും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഓരോ വ്യക്തിയും ഒരാളും കട്ടുകൊണ്ട് പോരാ. കാരണം നിങ്ങളുടെ ഒരു വർക്ക് ഈ പറഞ്ഞ വ്യക്തി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? ആണോ? സഹിക്കുമോ? ഒരിക്കലും സഹിക്കില്ല. കാരണം നിങ്ങൾ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞവനെ ഞാൻ പറയട്ടെ, നേരത്തെ നീ മിണ്ടല്ലേ, ഈ പറഞ്ഞവന് ഞാൻ ഒരു കാര്യം പറയട്ടെ. വധഭീഷണിയൊക്കെ നടത്തു എന്ന് പറഞ്ഞു. ഇവനെ എന്നാ ഉമ്മാക്കി അടിച്ചു പഠിപ്പിക്കാന്. അത് നമ്മളെ അറിയില്ലാത്തോണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? എന്ത് രീതിക്കും നിഷയുടെ കൂടെ ഞങ്ങളുണ്ടാവും. സുഹൃത്തല്ലേ, നമ്മുടെ സുഹൃത്തിന് എന്തെങ്കിലും സംഭവിച്ചു നിഷയുടെ കൂടെ ഉണ്ടാവും, മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ നിഷയ്ക്ക് ഒരു ആപത്ത് വന്നാൽ ഞങ്ങൾ കട്ടച്ചങ്കായിട്ട് കൂടെ ഉണ്ട്. അത് വേറെ കേസ്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല കണ്ടന്റ് ഇടും, അതുപോലെ ഒന്നുമല്ല. ഒരുത്തരം ഒന്നും ചെയ്യാനൊന്നുമില്ല. അതുപോലെ കാണിച്ച നാറുത്തരത്തിൽ എന്താ സംഭവിച്ചാലും ശരി. ഒരു കാര്യം പെട്ടെ, പണ്ട് ഇത് ഡിലേറ്റ് ആക്കി എന്ന് പറഞ്ഞിരുന്നു. ഡിലേറ്റ് ആക്കി എന്ന് പറഞ്ഞു. ഈ ഷോർട്ട് ഫിലിം ഡിലേറ്റ് ആക്കി. ഇതൊന്നും വേണ്ട, ഇതിലൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഒരുപാടൊന്നും അഭ്യാസം ആരും കളിക്കണ്ട. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയണത് ഞങ്ങൾ മനസ്സിലാക്കാം. ഒരുപാട് അഭ്യാസമൊന്നും വേണ്ട. ആരായാലും നമ്മൾ സുഹൃത്തിന്റെ മേത്തോട്ട് ചങ്കിന്റെ മേത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഒരു കാര്യം പറയട്ടെ, അറിയാൻ വേണ്ടി പറയാം. ഈ സംഭവം ഇട്ടപ്പോൾ നിഷ പ്രതികരിച്ചു. നിഷയും ബ്രൈറ്റും ഞാനും എല്ലാവരും പറഞ്ഞപ്പോൾ ഇവൻ ഡിലേറ്റ് ആക്കി എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും പൊങ്ങി വന്നു. അപ്പോൾ ആ സാധനം പേജിൽ നിന്ന് ഡിലേറ്റ് ആക്കാൻ പാടില്ലേ? അത് മോശമല്ലേ? അപ്പോൾ പേജിൽ നിന്ന് ഡിലേറ്റ് ആക്കാൻ പാടില്ലേ? ഇവൻ്റെ ഒരു വർക്ക് എങ്ങനെ ഇടണമെങ്കിൽ ഇവൻ പ്രതികരിക്കില്ലേ? ഇവൻ കഷ്ടപ്പെട്ട് പിടിച്ചൊരു വർക്ക് ആരെങ്കിലും എടുത്തിട്ട് പ്രതികരിക്കില്ലേ? കാശ് മുടക്കി ചെയ്ത ഒരു വർക്ക്, അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്ന ഒരു വർക്ക് അവർ ചെയ്തത്, ആ വർക്ക് അടിച്ചോണ്ട് പോയി എന്ന് പറയുന്നത് എന്ത് തന്തയില്ലാത്തരാ. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, ഇതുപോലത്തെ കാര്യങ്ങൾക്കായിട്ട് ദൈവത്തെ ഓർത്ത് വരരുത്. ആ സഹോദരി എങ്ങനെയെങ്കിലും ഇതായിട്ട് കണ്ടന്റായിട്ട് ഒരു വീഡിയോ ഷോർട്ട് ഫിലിമായിട്ട് അവരുടെ ചാനലിന് വേണ്ടി അവര് സത്യസന്ധമായി ചെയ്യുന്നു കാര്യങ്ങൾ. അതിന് നല്ല രീതിയിൽ ചെയ്യട്ടെ. താങ്ക് യു, നന്ദി.